ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൗകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം S നവീൻ, ഉടുപ്പി S ശ്രീജിത്ത്, ചേർത്തല G കൃഷ്ണകുമാർ, അഞ്ചൽ H കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശം. ടൗണിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. പേരാമ്പ്ര, കൂത്താളി മേഖലകളിൽ കാറ്റിൽ മരം വീണ് 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളുണ്ടായി. ഫയർഫോഴ്സ് തടസ്സങ്ങൾ നീക്കം ചെയ്തു. നാദാപുരത്ത് മഴയിലും കാറ്റിലും 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. കല്ലാച്ചി ടൗണിലും വെള്ളക്കെട്ടുണ്ടായി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 12ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.